സീഡിന്റെ തളിപ്പറമ്പ് കോർഡിനേറ്ററായ സുവർണ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സുവർണ, ഈ സീഡ് എന്നതിനെ കുറിച്ച് താങ്കൾക്ക് തന്നെ കൃത്യമായ ബോധ്യമുണ്ടോ? സീഡ് എന്ന് പറഞ്ഞാല് ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരില് തലശ്ശേരി കീഴില് തലശ്ശേരി കോടതിയുടെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ഇതാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും, അതായത് ഏകദേശം ഒരു 10-65ഓളം ആൾക്കാർ കണ്ണൂർ ജില്ലയിൽ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തളിപ്പറമ്പ് സീഡ്, ഓരോ സീഡിന്റെ കീഴിൽ ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ടാണ് അവര് ചെയ്തത്. അപ്പൊ അതിന്റെ ചെങ്ങളായി സീഡ്, തളിപ്പറമ്പിലെ ചെങ്ങളായി സീഡിന്റെ കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഒരു വർഷത്തിന് മേലെയായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് ഞങ്ങൾ ചെങ്ങളായി സീഡിൽ ഏകദേശം 570ഓളം മെമ്പർമാർ ഞങ്ങളുടെ കീഴിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇത് ശരിക്കും സോഷ്യൽ വർക്ക് എന്നൊരു ഉദ്ദേശം മാത്രം ആണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതാരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഈ അനന്തുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അന്തൂഷൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കണ്ടത് ഞങ്ങൾ കണ്ണൂർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് 2024 ജനുവരി മാസം ഞങ്ങൾക്കൊരു ക്ലാസ് മഹാത്മാ മന്ദിരത്തിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഞങ്ങൾ അതിൽ പോവുകയും, എന്റെ ഒരു അടുത്ത സുഹൃത്ത് വഴിയാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ പോവുകയും, അപ്പൊ അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പം അവര് ഞങ്ങളോട് ഇങ്ങനെ CSR ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ള പരിപാടികളാണ്, സീഡ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഏജൻസി ആണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞങ്ങൾ 100% സത്യസന്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് തന്നെ ആണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സമയത്ത്. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ പേരെന്ന് വെച്ചാല് അടുത്ത മാർച്ച് മാസം കണ്ണൂര് മുനിസിപ്പൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് 250ഓളം വനിതകൾക്ക് 2 വീലർ വിതരണം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ അവർ ഇൻവൈറ്റ് ചെയ്തു. അവിടെ പോയ സമയത്ത് കണ്ടത് ഞങ്ങളുടെ മുമ്പിൽ താക്കോലുകൾ കൈമാറുന്നതും, അതുപോലെ അവർക്ക് കുട്ടികൾക്ക് വേണ്ട ലാപ്ടോപ്പ് പോലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നതൊക്കെയാണ് അതുവഴി കണ്ടിട്ടുള്ളത്. എന്നാണ് അത് നടന്നത്? ലാപ്ടോപ്പുകളും അതുപോലെ 2 വീലറുകളും ആ വേദിയിൽ വെച്ചിട്ട് ഇവർ വിതരണം ചെയ്യുണ്ടായി. അത് ഏത് മാസമായിരുന്നു? ഏപ്രിൽ 5-ാം 6-ാം തീയതി ആണെന്ന് 2024 ഏപ്രിലിൽ അല്ലേ? അതെ തീർച്ചയായിട്ടും. ശരി. അപ്പോൾ ഇതുപോലെ കൂടുതൽ ആളുകൾക്ക് എന്തായിരുന്നു ഈ സുവർണയുടെ ഒരു ഡ്യൂട്ടി എന്തായിരുന്നു? ഞാനിത് കോർഡിനേറ്റർ എന്ന രീതിയിൽ ജനങ്ങൾ എടുക്കുന്ന, അതായത് സാധാരണക്കാരായ ആൾക്കാരെടുക്കുന്ന മെമ്പർഷിപ്പ് കളക്ട് ചെയ്യുക. അതായത് ഞങ്ങൾക്ക് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് കളക്ട് ചെയ്തുകൊണ്ട് ഈ സീഡ് സൊസൈറ്റിയുടെ ഭാഗമാക്കിയിട്ട് അവരെടുക്കുന്നത് 320 രൂപ രജിസ്ട്രേഷൻ ഫീസാണ് ഞങ്ങളോട് വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിയതിനു ശേഷം ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങളോട് ഓരോ ഇത് നമുക്ക് വാട്സപ്പിൽ ഓരോ ഇതിട്ട് തരും അവര്. ബ്രൗഷറും കാര്യങ്ങളും ഇട്ട് തരും. 2 വീലർ, അതായത് സുവർണ ആളുകളെ നേരിട്ട് കണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുക അതായിരുന്നോ? അതായത് ഇങ്ങനെ പകുതി വിലയ്ക്ക്, എനിക്ക് തോന്നുന്നു ഇത് വനിതകൾക്ക് മാത്രം എന്ന നിലയിലാണ് എന്ന് തോന്നുന്നു അല്ലെ? അതെ. അത് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം 100% അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യം, 50% സാമ്പത്തിക സഹായങ്ങളാണ് ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനുണ്ടായ കാരണവും അതാണ് സാർ. ഞങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരിയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് വാഹനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ചതിവില്ല എന്ന് വിശ്വസിക്കാൻ. അതിനുശേഷം സുവർണ കൂടുതൽ ആളുകളെ ഇതിന്റെ ഭാഗമാക്കി ചേർക്കുകയൊക്കെ ചെയ്തോ? ഞങ്ങള് ചെങ്ങളായി സീഡിന്റെ കീഴിൽ 560ഓളം മെമ്പർമാർ മെമ്പർഷിപ്പ് എടുത്തു. അതിൽ ഏകദേശം 105ഓളം വാഹനങ്ങൾക്ക് അവര് പേയ്മെന്റ് അടച്ചിട്ടുണ്ട്, അടച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്ര നാളായി ഈ പണം അടച്ചു തുടങ്ങിയിട്ട്? 6 മാസത്തിന് അടുത്തായി, 6 മാസമായി. അതായത് വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള തളിപ്പറമ്പ് ഡ്രീം പാലസ് ഓഡിറ്റോറിയൽ വെച്ചിട്ട്. അപ്പോ അതിലേക്ക് ഞങ്ങൾ എല്ലാ ജനങ്ങളെയും അവർ പങ്കെടുപ്പിച്ചുകൊണ്ട് നോട്ടറി അറ്റസ്റ്റേഷനും വെരിഫിക്കേഷനും ക്ലിയറൻസ് എല്ലാം ചെയ്ത്, അയാളുടെ അന്തരീക്ഷം എന്ന് പറയുന്ന ആളുടെ പേരിൽ പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന ഒരു ഈ സുവർണ ഇതില് 1-2 സംശയം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ 2024 ഏപ്രിലിൽ വലിയ ഒരു വിതരണം നടന്നു എന്ന് പറയുന്നുണ്ട്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു ക്വാണ്ടിറ്റി, അതായത് 1,200 പേർക്ക് ഈ താക്കോൽദാനം നടന്നു എന്നുള്ളത് തന്നെയാണോ?
അതെ, തീർച്ചയായിട്ടും അതെ. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് സാർ അത് നടന്നത്. അന്ന് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തിരുന്നോ? ഇല്ല, അന്ന് ജനപ്രതിനിധികൾ കാര്യമായിട്ട് അങ്ങനെ ആരും പങ്കെടുത്തില്ല. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഇതിന്റെ കുറച്ച് ആൾക്കാരും മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഒരു ഒരു സംശയം, അത് ആ ചടങ്ങ് നടന്നത് സീഡിന്റെ നേതൃത്വത്തിലായിരുന്നു അതെയോ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ ഇത്തരത്തിൽ ട്രസ്റ്റുകളുടെ നേതൃത്വത്തിലായിരുന്നു? അതറിയാമോ? അന്ന് അവിടെ നടന്നത് നമ്മൾ മനസ്സിലാക്കിയത് സീഡിന്റെതല്ല. അന്ന് നടന്നിട്ടുള്ളത് വേറെ ഏതോ ഒരു NGO ആണ് നടന്നിട്ടുള്ളത്, സീഡിന്റെ ആയിരുന്നില്ല. ശരി, അതിനുശേഷം ആണ് ഇതിലേക്ക് വന്നത്. അതിൽ 500-ലധികം ആളുകളെ ചേർക്കുന്നു. 100-ലധികം ആളുകൾ ഈ പണം നൽകി കഴിഞ്ഞു അല്ലെ? തീർച്ചയായിട്ടും. അത് 2 വീലറിന് മാത്രമാണോ? ഇവരിപ്പോൾ ഈ പല NGO സംഘടനകൾ പലതരത്തിലാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, അതുപോലെ ടാബുകളുണ്ട്, അതുപോലെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് ഉണ്ട്, 2 വീലറുകളുണ്ട്, മറ്റ് ഗൃഹോപകരണങ്ങൾ അടക്കം അങ്ങനെയൊക്കെയുള്ള ഓഫറുകളാണ് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത്. താങ്കളുടെ ഡ്യൂട്ടി എന്തിലേക്ക് ആളുകളെ ചേർക്കുക എന്നതായിരുന്നു? സർ, ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രൊജക്ടുകളാണ് മേലെ നിന്ന് സിയാച്ച് എന്ന് പറഞ്ഞ സപ്പോർട്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസി വഴിയാണ് ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അത് ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്. അല്ലാതെ ക്യാൻവാസ് ഒന്നും ചെയ്യേണ്ടതില്ല ജനങ്ങളെ. ക്യാൻവാസ് മീൻസ് ഞങ്ങളോട് അവര് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ വീടുകളിൽ കേന്ദ്രീകരിച്ചിട്ട് ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. ഞങ്ങൾ തീർത്തും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ ഒരു മോശമായിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് തോന്നാത്തത് കൊണ്ടും ഞങ്ങൾ ഇതിൽ വിശ്വസിപ്പിച്ചത് കൊണ്ടും ജനങ്ങളോട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയും അവരുടെ കുറച്ച് അത്യാവശ്യം വീടുകളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളോട് പറഞ്ഞ വാർഡ് കുടുംബശ്രീകളൊക്കെ കേന്ദ്രീകരിച്ച് അതുപോലെ ഗ്രാമസഭകളിലൊക്കെ ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരൊക്കെ ഇതിൽ നിരപരാധികളാണ്. ഞങ്ങളാണ് അവരോട് പോയിട്ട് പറയുന്നത് കാര്യങ്ങൾ. സുവർണ്ണ, ഇതിൽ താങ്കൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം ഈ 5-6 മാസമായി നമ്മളിങ്ങനെ പണം കൊടുത്തവരാണല്ലോ. അപ്പോൾ അത് ലഭിക്കാതെ വന്നപ്പോഴൊന്നും സുവർണ്ണയെ പോലുള്ളവർക്ക് സംശയങ്ങളൊന്നും തോന്നിയില്ലേ? സർ, 100% ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഓണത്തിന്റെ സമയത്ത് ഒരു ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഏകദേശം 175ഓളം മെമ്പർമാർക്ക് ഇതിനകത്ത് ഞങ്ങൾ ഓണക്കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3000 രൂപ അടച്ചിട്ട് പകുതി പൈസ സാമ്പത്തിക സഹായത്തോടെ അവര് 1500 രൂപ അടച്ചിട്ട് 3000 രൂപേന്റെ സാധനങ്ങളാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആ കൊടുത്ത സമയത്ത് ഞാനായിരുന്നു അതിന്റെ ഫുൾ ഞങ്ങൾ തളിപ്പറമ്പില് ഓറഞ്ച് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാനാണ് പോയത്. കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് അവരോട് അവതരിപ്പിച്ചു. അവര് നമുക്ക് ക്രെഡിറ്റിലാണ് സാധനങ്ങൾ തന്നത്. അപ്പൊ 100% നമ്മൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ അവർക്ക് അവരെടുക്കുന്ന വാങ്ങിയിട്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം രാത്രി എനിക്കൊന്ന് 8-8:30 മണിയോളം ഞാൻ തളിപ്പറമ്പിൽ നിന്ന് ഓരോ സാധനങ്ങൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്ത് അതിനകത്തുനിന്ന് മോശമായ സാധനങ്ങളൊക്കെ ഒഴിവാക്കി ജനങ്ങൾക്ക് അത്രയും നല്ല സാധനങ്ങൾ വേണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ അത്രയും നല്ല സാധനങ്ങൾ വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കില്ലായിരുന്നു സാർ. അതെ, ഈ പണം അതായത് ക്രെഡിറ്റിനാണല്ലോ ഈ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് തന്നത്. ആ പണം നൽകിയോ സൂപ്പർ മാർക്കറ്റിന്? അറിയാമോ? അതെ, അവിടെ മുതലാണ് ഞങ്ങൾക്ക് ചെറിയ ഒരു അസ്വാരസ്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ആ ക്രെഡിറ്റിന് ഒരാഴ്ചക്ക് ശേഷവും ഇവർ പണം ഞങ്ങൾക്ക് തരാതെ ഇപ്പം ഇന്ന് നൽകാം നാളെ നൽകാം, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഫണ്ടിന്റെ കുറച്ച് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡിലേ വരുത്തി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് കിട്ടുമല്ലോ എന്നുള്ള സമാധാനത്തിൽ അവര് സൂപ്പർ മാർക്കറ്റുകാർ നിരന്തരം വിളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കിട്ടും, കുറച്ച് വെയിറ്റ് ചെയ്യും, ഒരാഴ്ചക്കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 5-ാമത്തെ ദിവസമാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയി അവിടുന്ന് മാനേജർ വിളിച്ച് പറയും. അതായത് പണം ക്രെഡിറ്റ് ആയി? അതെ. യെസ്. ഒരു സംശയം കൂടി, നിങ്ങൾ ശേഖരിച്ച ഈ 1500 രൂപ അത് നിങ്ങളുടെ ഏതെങ്കിലും സംവിധാനത്തിലാണോ ചെലവഴിക്കപ്പെട്ടത്, അതെയോ സീഡിന് നേരിട്ട് അയച്ചു കൊടുക്കുകയാണോ ചെയ്തത്? സീഡിന്റെ അക്കൗണ്ടിലേക്കാണ് സർ അയച്ചിട്ടുള്ളത്. സീഡിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അടച്ചിട്ട് സീഡ് മുഖാന്തരം സീഡിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഫണ്ടുകൾ മൊത്തം അവരുടെ അക്കൗണ്ടിലേക്ക്, അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ശരി, താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ 3000 രൂപയുടെ ഓണക്കിറ്റ് ഒരു ഏജൻസിയെ ഏൽപ്പിച്ചാൽ സാമാന്യമായി 3000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വരില്ല. ചെറിയ തുക ലാഭം, അല്ലെങ്കിൽ ഒരു 2000 രൂപയ്ക്കോ 2200 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവുക. അതിന്റെ സീക്രട്ട് ഒന്നും പുറത്ത് പറയണ്ട. പക്ഷേ ഈ പണം നൽകി സീക്രട്ട് പുറത്ത് പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ 100% ഇതിന് ബാധ്യതയുള്ള ഒരാളാണ്. അല്ല, അങ്ങനെയല്ല സുവർണ്ണ, അതൊരു സ്വാഭാവികമായ കച്ചവട രീതിയാണ്. അതായത് ഇപ്പോൾ 3000 രൂപയുടെ 1000 കിറ്റുകൾ വാങ്ങിയാൽ ഒരു കടക്കാരൻ സ്വാഭാവികമായിട്ടും 3000 രൂപ ഈടാക്കില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് 2500-നോ 2200-നോ ഒക്കെ കിട്ടിയേക്കാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇല്ല, അതിനും ഞങ്ങൾ പറ്റിച്ചു. അതാണ് പറയുന്നത്. അവിടെയും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കൃത്യമായിട്ടുള്ള അതായത് അരിക്കൊക്കെ GST വേണ്ടെന്നായിരുന്നു അവർ ആദ്യം പറയുന്നത്. GST കൃത്യമായി GST ബില്ല് ഇട്ടുകൊണ്ടുള്ള ഒരു ഇത് 3000-ൽ 1 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത വിധത്തിൽ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിന് ആ 3000 രൂപ തന്നെ വെച്ച് കൊടുത്തോ? അതറിയാമോ? അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെങ്കില് അതാണ് ആ തട്ടിപ്പിന്റെ രീതി സുവർണ. അതായത് 3000 രൂപയെന്ന് ബില്ല് കാണിക്കും, പക്ഷെ സൂപ്പർ മാർക്കറ്റുകാരൻ അത്രയും കൊടുത്തിട്ടുണ്ട്. എനിവേ റൈറ്റ്, അത് വിട്ടേക്കൂ. ശരി, അതിൽ നിന്ന് തട്ടിപ്പ് മനസ്സിലാകുന്നു, പക്ഷെ ആളുകൾക്ക് അത് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ പരാതിയൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ ഈ സുവർണയടക്കം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? കാരണം സുവർണയൊക്കെ ആണല്ലോ ഇതിനുവേണ്ടി പബ്ലിസിറ്റി കൊടുത്തത്. അപ്പോൾ ഈ പണം നൽകിയവർക്കൊന്നും അനന്തകൃഷ്ണന്റെ അടുക്ക് പോകാനൊന്നും സാധിക്കില്ല. അനന്തകൃഷ്ണനൊന്നും അവരുടെ കയ്യെത്തും ദൂരത്തല്ല ഉള്ളത്. അപ്പോൾ സുവർണ ഇപ്പോൾ എന്തൊക്കെ പ്രതിസന്ധിയാണ് നേരിടുന്നത്? സർ, ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ഞങ്ങൾ പ്രൊമോട്ടേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ് സർ. ഞങ്ങളെ പറ്റിയിട്ട് വരുന്ന പരാതികൾ പബ്ലിക്കിന്റെ ഇടയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. 15 ലക്ഷമൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പരാതികളാണ് പലർക്കും ഞങ്ങൾ കേൾക്കുന്നത്. പക്ഷേ വെറും 15,000 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വെറും 1 കൊല്ലവും 2 മാസത്തിനടുത്തായി. ഇത്രയും നാൾ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് വെറും 15,000 രൂപ മാത്രമാണ്. അതായത് ഈ 1 കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ട് അല്ലെങ്കിൽ സീഡിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ലഭിച്ച തുക ഇത്രയും മാത്രമാണ്. അത് കറക്റ്റ് ആയിട്ട് ഞങ്ങളെടുത്ത് എല്ലാത്തിന്റെ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് എവിടെ വേണമെങ്കിലും എന്ത് പറഞ്ഞായിരുന്നു? ഇപ്പോൾ ഞാൻ സുവർണയെ കുറ്റപ്പെടുത്തുകയല്ല. ഏതൊരാളും ജോലി ചെയ്യുക, അവർക്ക് മാസത്തിൽ ഒരു വരുമാനമൊക്കെ പ്രതീക്ഷിച്ചാണ്, അല്ലാതെ വെറുതെ ഒന്നും സേവനം. അത് ആദ്യം ഫസ്റ്റ് അവർ പറഞ്ഞിരുന്നത് 7,500 രൂപ നമുക്ക് ഓണറേറിയവും അതുപോലെ ഓരോ പ്രൊഡക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഇൻസെന്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് തരാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. അതായത് ഒരു കസ്റ്റമറെ, അതായത് ഒരാൾ പകുതി തുക ഒരു സ്കൂട്ടറിന് വേണ്ടി അടച്ചാൽ അതിലൊരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് ലഭിക്കും. അതെ, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിശ്ചിത ശതമാനം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ അത് കൂടാതെ 7,500 രൂപ വേറെ ലഭിക്കും. അതെ, അങ്ങനെയാണ്. പക്ഷെ അവർ പറഞ്ഞതനുസരിച്ചുള്ള ഒരു ഓഫറുകളും ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തരും. നമ്മളിപ്പോ 2 വീലറിന്റെ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ മാസമായിരുന്നു. അപ്പൊ ഡിസംബർ മാസത്തിന് ശേഷം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് നഗ്ന സത്യം സർ. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പരിപാടി ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതിന്റെ കണ്ണികളായിപ്പോയി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ജനനന്മ തീർത്തും പ്രതീക്ഷിച്ച് ചെയ്തൊരു പരിപാടിയാണ്. ഇതിലേക്ക് ഇപ്പൊ ഞങ്ങൾക്ക് പെട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ ഞങ്ങളിപ്പോ 100% ബാധ്യസ്ഥരായതുകൊണ്ട് കേസിന്റെ വഴിക്ക് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളെല്ലാവരും ഈ സുവർണയെ പോലെ സുവർണയോടൊപ്പം പ്രവർത്തിച്ചവരെല്ലാം ഒരുമിച്ചുണ്ടല്ലേ? എല്ലാവരും ഒരുമിച്ചാണ് സർ. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ പെടുത്തി കളഞ്ഞത് കൊണ്ട് നമുക്കിത് ഇതിന്റെ സമാധാനം മേലെ നിന്നുള്ള എന്തുകൊണ്ട് സാർ ഇതിനുള്ള ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഒന്നും ഇത് അറിയാതെ പോയി. സാധാരണക്കാരായ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടും, നിങ്ങൾ എന്തേ ഇത് അറിഞ്ഞില്ല? ഞങ്ങളെക്കാട്ടിലും വിവരവും വിദ്യാഭ്യാസവും അറിവുമുള്ള ഒരുപാട് ജനപ്രതിനിധികളും പിന്നെ സംവിധാനങ്ങളും ഉണ്ട്. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിത് പാവങ്ങളായ ഞങ്ങൾ എങ്ങനെ സാർ ഇത്? തീർച്ചയായും അത് തട്ടിപ്പ് നടത്തുന്നവർ അങ്ങനെയാണല്ലോ. തട്ടിപ്പ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ല. മാത്രമല്ല CSR ഫണ്ട് എന്നത് കേരളത്തിലെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ എല്ലാ കമ്പനികളും, വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നിർബന്ധമായും ചെലവഴിക്കേണ്ട തുകയാണ്. ആ തുക സമൂഹത്തിലെ ഇത്തരം പലതരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി ചെലവഴിക്കേണ്ട തുകയാണ്. അത് ചെലവഴിച്ചേ പറ്റൂ. പക്ഷേ അതിൽ തന്നെ തിരിമറികൾ നടത്താറുണ്ട്. ആ പണം പലപ്പോഴും കള്ള ബില്ലുകൾ നൽകി ഇതേ കമ്പനി തന്നെ ട്രസ്റ്റുകളെ ഏൽപ്പിക്കുക. ആ പണത്തിൽ ഒരു നിശ്ചിത ശതമാനം തുക ഈ ട്രസ്റ്റുകൾ തിരിച്ച് ഈ CSR ഫണ്ട് എന്ന് പറഞ്ഞ് ചെലവാക്കുന്ന തുക അതേ കമ്പനിക്ക് നൽകുക. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് നിരന്തരം നടക്കുന്നതാണ്. പക്ഷെ കുറച്ച് തുകയൊക്കെ ജനങ്ങൾക്ക് സേവനമായി ലഭിക്കാറുണ്ട്. അത് ആണ് ഇപ്പോൾ ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചൊരു ആയുധം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും സുവർണ, വളരെ നന്ദി ഇത്തരം വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. കഴിഞ്ഞ ദിവസം സുവർണ ഇവിടേക്ക്, അതായത് News 18 തന്നെ വിളിച്ചുകൊണ്ട് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിലും സുവർണയെ വീണ്ടും ഞങ്ങൾ ബന്ധപ്പെട്ടത്. അനന്തകൃഷ്ണൻ നടത്തിയത് 1000 കോടി രൂപയുടെ മുകളിൽ ഉള്ള തട്ടിപ്പാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ